ഇ.പി. ജയരാജനെ പാർട്ടി കൈവിട്ടോ? ബി.ജെ.പി. ദേശീയ നേതാവായ പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദം LDF കൺവീനറായ ഇ.പി. ജയരാജന്റെ രാഷ്ട്രീയ പ്രതിച്ഛായ തന്നെ ബാധിച്ചു. ഇ.പി.യെ സംരക്ഷിക്കുമെന്ന് പ്രതീക്ഷിച്ച പ്രതിപക്ഷ നേതാക്കളെല്ലാം തന്നെ അദ്ദേഹത്തെ കൈയൊഴിഞ്ഞ അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇ.പി. ജയരാജൻ ബി.ജെ.പിയിലേക്ക് ചേരുമോ എന്ന അഭ്യൂഹങ്ങളും നിലവിലുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി ഇ.പി. ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. ആദ്യം പറഞ്ഞത് ഈ വിഷയം ഗൂഢമായ ആസൂത്രണത്തിന്റെ ഭാഗമാണെന്നാണ്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നത് തെറ്റുപറ്റിയാൽ അത് തിരുത്തി മുന്നോട്ട് പോകും, അദ്ദേഹം ഒരു മനുഷ്യനാണ് എന്നാണ്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത് ഒരു സന്ദേശമാണെന്നും അത് ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നു എന്നുമായിരുന്നു ഇ.പി.യുടെ പ്രതികരണം. ഇതുകൂടാതെ ദല്ലാൾ നന്ദകുമാർ തന്നെ ചതിക്കാനും പറ്റിക്കാനും അതിന് പറ്റിയിട്ടില്ല, ഇതിനു മുൻപും അത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ നടന്നു, അതിനെയൊക്കെ അതിജീവിച്ചിട്ടുണ്ട്, ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത് എന്നും ഇ.പി. ജയരാജൻ വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ ഗൂഢാലോചനയെക്കുറിച്ച് വീണ്ടും അദ്ദേഹം ആവർത്തിച്ചു. അത് CPM-നെ തകർക്കാനുള്ള ലക്ഷ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല എന്നും ഇ.പി. പറയുകയുണ്ടായി. അതുപോലെ തന്നെയായിരുന്നു സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്ന ചോദ്യത്തിനും പ്രസക്തിയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. മാധ്യമങ്ങളെ വിമർശിക്കാനും അദ്ദേഹം മറന്നില്ല. അതുപോലെ തന്നെ ഒരു ദിവസം കൊണ്ട് മാറുന്നതാണോ തന്റെ രാഷ്ട്രീയമെന്നും ഇ.പി. ചോദിച്ചു. കൂടാതെ എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇങ്ങനെയൊരു പരാമർശം നടത്തിയെന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെ വലിച്ചിഴച്ചുകൊണ്ട് തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു, ആ ആരോപണങ്ങളെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നായിരുന്നു അദ്ദേഹം അതിന് മറുപടി നൽകിയത്. മാത്രമല്ല നന്ദകുമാർ തന്നെ ട്രാപ്പിൽ പെടുത്തിയതാണോ എന്ന് അറിയില്ല എന്നും അത് ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ കരുതലും തനിക്ക് എടുക്കാൻ അറിയാം, അതുകൊണ്ട് തന്നെ ചതിക്കാനും പറ്റിക്കാനും കഴിഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ ദല്ലാൾ നന്ദകുമാർ പ്രകാശ് ജാവദേക്കറുമായി തന്നെ കാണാൻ വന്നത് എന്തിന് എന്ന് മാധ്യമങ്ങൾ ചോദിച്ചില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ ഒരു ചോദ്യത്തിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് നന്ദകുമാറിന്റെ ഒരു ചതിയുടെ ഭാഗമായി പ്രകാശ് ജാവദേക്കറുമായി തന്റെ വീട്ടിലേക്ക് വന്നു എന്ന് ഇപ്പോൾ അദ്ദേഹം മനസ്സിലാക്കുന്നു എന്നാണ്. എന്നാൽ ഈ ഒരു വിവാദം പാർട്ടി ചർച്ച ചെയ്യുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് പാർട്ടി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അല്ലെങ്കിൽ പാർട്ടി എന്തിന് ചർച്ച ചെയ്യണം എന്നായിരുന്നു അദ്ദേഹം മറുചോദ്യമായി ചോദിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ പാർട്ടി എങ്ങനെ ഈ വിഷയത്തെ കാണുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. CPI ശക്തമായി എതിർത്തുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ CPM ഇ.പി. ജയരാജനെതിരെ നടപടിയെടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമോ എന്ന ചോദ്യം ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്നാൽ അതേസമയം നാളെ നടക്കാനിരിക്കുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തേക്കില്ല എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും ഇ.പി.യുടെ ഈ മറുപടികളിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് എന്തെന്നാൽ മുന്നണിയിൽ നിന്നും ഒരു ശക്തമായ നിലപാട് ഇ.പി.ക്കെതിരെ ഉണ്ടാകാൻ സാധ്യത ഇല്ല എന്ന് തന്നെയാണ്. വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ച ഒരു സംഭവമായിരുന്നു ഇ.പി. ജാവദേക്കർ കൂടിക്കാഴ്ച. മാത്രമല്ല ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കാനും പ്രതിപക്ഷം നീക്കങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ഈ വിഷയം ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഒരു വിവാദമാക്കി ആളിക്കത്തിച്ച് CPM-നെതിരെ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് വേണം ഇ.പി. ജയരാജന്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ. പിന്നെ നമ്മളൊക്കെ മനുഷ്യരല്ലേ, ഒരുപാട് ശരി ചെയ്യുമ്പോൾ കുറച്ച് തെറ്റൊക്കെ പറ്റിയേക്കാം. ആ തെറ്റ് മനസ്സിലാക്കിയാൽ അത് തിരുത്തി പോകുക എന്നുള്ളതാണ് മനുഷ്യർ ചെയ്യുന്ന കാര്യം. എങ്ങനെയാണ് ഇങ്ങനൊരു വാർത്ത കൊടുക്കാൻ ഈ മാധ്യമങ്ങൾക്ക് ധൈര്യം കിട്ടിയത്? ഒരു മാധ്യമം എന്ന് പറയുന്നതിൻ്റെ ഏതെങ്കിലും ഒരു പ്രാഥമികമായ ധർമ്മം നിർവഹിച്ചോ? എന്തെങ്കിലും ഒരു അന്വേഷണം, ഒരു പരിശോധന നടത്തിയോ? അന്ന് തന്നെ അന്ന് ഈ വന്നുപോയി. ഇത് ഇപ്പോഴും ഇലക്ഷൻ്റെ തലേ ദിവസം ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത് ആസൂത്രിതമായിട്ടായിരുന്നു. രാഷ്ട്രീയക്കാരായിട്ടില്ല. സുധാകരനും അതുപോലെ തന്നെ സുരേന്ദ്രൻ അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ്. ആസൂത്രിതമാണ് ഈ പരിപാടി. അതിൽ അനാവശ്യമായിട്ട് തന്നെ മുഖ്യമന്ത്രിയുടെയൊക്കെ പേരൊക്കെ വലിച്ചെടുക്കുക. അത് നിങ്ങളുണ്ടാക്കിയതില്ലേ? എന്താ എന്നെ പുറത്താക്കാൻ പോകുന്നു, നടപടിയെടുക്കാൻ പോകുന്നു? നിങ്ങളുണ്ടാക്കിയ പത്രക്കാരുണ്ടാക്കിയതല്ലേ? നിങ്ങൾ ആസ്വദിച്ചോളൂ. ആ വാർത്ത പ്രസിദ്ധീകരിച്ചതിൻ്റെ പേര് നിങ്ങൾക്ക് ആശ്വാസം കിട്ടുമെങ്കിൽ നിങ്ങളുടെ ആശ്വാസത്തിന് ഞാൻ തടസ്സം നിൽക്കുന്നില്ല. പക്ഷേ ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവദേക്കറുമായുള്ള LDF കൺവീനർ ഇ.പി. ജയരാജന്റെ കൂടിക്കാഴ്ചയിൽ CPM നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. പോളിംഗ് ദിനത്തിലെ തുറന്നു പറച്ചിൽ വഴി പാർട്ടിയെ ഇ.പി. വെട്ടിലാക്കി എന്നാണ് നേതാക്കളുടെ പൊതുവായ നിലപാട്. മുഖ്യമന്ത്രിയുടെ പരസ്യമായ തള്ളിപ്പറയലിനും അപ്പുറം നടപടി വേണമെന്ന അഭിപ്രായം പാർട്ടിയിൽ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. ഇനിയും വെളിപ്പെടുത്തലുകളും തെളിവുകളും പുറത്തു വരുമോ എന്ന ആശങ്കയും CPM-നുണ്ട്.
CPM BJP ഒത്തുകളി ആരോപിക്കുന്ന UDF കിട്ടിയ ഒരു വലിയ രാഷ്ട്രീയ ആയുധമാണ് EP-യുടെ ഈ ഒരു വിവാദം എന്ന വിലയിരുത്തലുകളുമുണ്ട്. തിരഞ്ഞെടുപ്പ് ദിവസം EP ജയരാജൻ നടത്തിയ പ്രസ്താവന അനുചിതമായെന്നാണ് മുതിർന്ന LDF നേതാക്കളുടെയും വിലയിരുത്തൽ. BJP നേതാവ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നായിരുന്നു EP ജയരാജൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. TG നന്ദകുമാറിനൊപ്പം തിരുവനന്തപുരത്ത് മകന്റെ ഫ്ളാറ്റിൽ എത്തിയാണ് ജാവദേക്കർ കണ്ടതെന്നും രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ലെന്നും EP പറഞ്ഞു. ജയരാജനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ കളങ്കിതരുമായുള്ള സൗഹൃദത്തിൽ EP-ക്ക് ജാഗ്രത ഉണ്ടായില്ലെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ വിമർശിച്ച EP ജയരാജനെ പിന്തുണയ്ക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ സ്വീകരിച്ച നിലപാട്. EP-ക്കെതിരായ പ്രചാരണം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ ഭാഗമാണെന്നും മറ്റ് നേതാക്കളെ കാണുന്നത് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്, മുഖ്യമന്ത്രിയുടെ വാക്കുകൾ മുന്നറിയിപ്പ് മാത്രമെന്നുമായിരുന്നു വിവാദത്തിന്റെ തുടക്കത്തിൽ MV ഗോവിന്ദൻ പറഞ്ഞത്. അതേസമയം തന്നെ ഇപ്പോൾ ഒരു നിലപാട് മാറ്റമാണ് MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. EP വിഷയത്തിൽ ഒന്നും പറയാനില്ല എന്ന നിലപാടാണ് CPM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ സ്വീകരിച്ചത്. വോട്ടെടുപ്പ് ദിനത്തിൽ ജയരാജനെ പിന്താങ്ങുന്ന നിലപാട് സ്വീകരിച്ചിരുന്ന MV ഗോവിന്ദൻ എന്നാൽ ഇപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞുമാറുന്ന കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത്. അതേസമയം തന്നെ പ്രകാശ് ജാവദേക്കറുമായുള്ള EP-യുടെ കൂടിക്കാഴ്ചയിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് CPI-യും രംഗത്ത് വന്നിരുന്നു. ജയരാജൻ LDF കൺവീനർ സ്ഥാനം ഒഴിയണമെന്ന നിലപാടിലാണ് CPI ഉണ്ടായിരുന്നത്. BJP-യുടെ കേരളത്തിലെ പ്രഭാരിയും ഇതര പാർട്ടിക്കാരെ BJP-യിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ജാവദേക്കറെ ജയരാജൻ നേരിൽ കണ്ടത് തന്നെ തെറ്റാണെന്നും അക്കാര്യം വോട്ടെടുപ്പ് ദിനത്തിൽ തന്നെ വെളിപ്പെടുത്തിയത് ഇടതുമുന്നണിയുടെ വിശ്വാസ്യതയെ ബാധിച്ചെന്നും CPI ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത് CPM-ന്റെ ആഭ്യന്തര പ്രശ്നമല്ലെന്ന് പറഞ്ഞ CPI EP ജയരാജൻ ഇടതുമുന്നണി കൺവീനർ സ്ഥാനം രാജിവെക്കുകയോ CPM അദ്ദേഹത്തെ നീക്കുകയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ചീത്തപ്പണക്കാരും ചീത്ത പണവും എല്ലായിടത്തുമുള്ള കാലമാണെന്നും അക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നും CPI സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു. കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട പ്രസ്ഥാനമാണ് ഇടതുപക്ഷം. അത് പാലിക്കാതിരുന്നാൽ പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റങ്ങളെയും താല്പര്യങ്ങളെയും മോശമായി ബാധിക്കും. ദല്ലാളുമാർ പന പോലെ വളരുന്ന കാലമാണിത്. അത്തരം ആൾക്കാർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിരുന്നു ഇരു മുന്നണികൾ, അതായത് LDF-ൽ നിന്നും UDF-ൽ നിന്നും തിരഞ്ഞെടുപ്പിന് ശേഷം നിരവധി നേതാക്കൾ BJP-യിലേക്ക് ചേരുമെന്ന് BJP സംസ്ഥാന നേതൃത്വം അറിയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നതായും നേരത്തെ തന്നെ BJP നേതാക്കൾ അറിയിച്ചതുമാണ്. BJP സംസ്ഥാന അധ്യക്ഷനായ K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മാധ്യമങ്ങളോട് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് നിരവധി നേതാക്കൾ ഇനിയും BJP-യിൽ തിരഞ്ഞെടുപ്പിന് ശേഷം അംഗത്വം സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു.